അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഖുർആനിലെ 43-ാം അധ്യായം സൂറ അസ്-സുഖ്റുഫാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 89 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. അവതരണ ക്രമത്തിൽ 63-ാമത് വരുന്ന അധ്യായമാണ് സൂറത്തു സുഖ്റുഫ്. സ്വർണാലങ്കാരം എന്നാണ് സുഖ്റുഫ് എന്ന പദത്തിൻ്റെ അർത്ഥം. സുഖ്റുഫ് എന്ന പദമുള്ള അധ്യായം എന്നേ അർത്ഥമുള്ളൂ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയും സമൂഹത്തിൽ വലിയ സ്ഥാനവും അധികാരവുമുള്ള ഒരാൾ എന്തുകൊണ്ട് പ്രവാചകനാകുന്നില്ല, അങ്ങനെയുള്ള ഒരാളാണല്ലോ പ്രവാചകനാവേണ്ടത് എന്ന ചോദ്യത്തിനുള്ള മറുപടി ഈ അധ്യായത്തിലെ 35-ാം സൂക്തത്തിൽ അള്ളാഹു നൽകുന്നുണ്ട്. അവിടെയാണ് സുഖ്റുഫ് എന്ന പദം അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. അവതരണകാലം മക്കയിലാണ്. സൂറ മുഅ്മിൻ, ഹാമിം, അസ്-സജ്ദ, അശ്ശൂറ ഈ സൂറത്തുകളെല്ലാം ഒന്നിച്ച് അവതരിച്ചതാണെന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. മക്കയിലെ നിഷേധികൾ വിശ്വാസിയുടെ രക്തത്തിന് ദാഹിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. നബി തിരുമേനിയുടെ കഥ കഴിക്കാമെന്ന് അവർ ഒന്നിച്ച് തീരുമാനിച്ചൊരു സാഹചര്യമുണ്ടായി. ഒരു വധശ്രമം നടന്നു കഴിയുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഈ അധ്യായം അവതരിക്കുന്നത്. ഇക്കാര്യം ഈ അധ്യായത്തിലെ 79, 80 ആയത്തുകളിൽ അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സത്യനിഷേധികളുടെ എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഊഹാപോഹങ്ങളെയും ശക്തമായി വിമർശിക്കുന്നുണ്ട്. വളരെ യുക്തിയോടുകൂടി അവയ്ക്കുള്ള മറുപടി അള്ളാഹു അധ്യായത്തിൽ നൽകുന്നു. അവരുടെ വിഡ്ഢിത്തം തുറന്നു കാണിക്കുകയും അവരുടെ അഭിപ്രായങ്ങളും ബാലിശമായ നിലപാടുകളും വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. യഥാർത്ഥ വിശ്വാസത്തിലേക്ക്, നന്മയിലേക്ക്, ഹിദായത്തിലേക്ക് നയിക്കാൻ വന്ന ഒരു പ്രവാചകനെ, അഥവാ നിങ്ങളെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു ദൂതനെയാണല്ലോ നിങ്ങൾ തള്ളിപ്പറയുന്നത് എന്ന് അല്പം പരിഹാസത്തോടും അതിലേറെ യുക്തിയോടും അവരോട് ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. വളരെ തെളിഞ്ഞ വ്യക്തമായ നിയമനിർദ്ദേശങ്ങളാണ് ഖുർആനിലുള്ളത്. നിങ്ങളുടെ നിലപാടുകൾ അങ്ങേയറ്റം മോശമാണ് എന്നും നിങ്ങൾ തിന്മയിൽ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് പ്രവാചകന്മാർ വരാതിരിക്കുന്നില്ല എന്നും അവരെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ സ്വന്തം അഹങ്കാരത്തിൻ്റെ ബലം കൊണ്ട് ഈ വേദത്തിൻ്റെ അവതരണം തടയാൻ തുനിയുകയാണ്. എന്നാൽ അക്രമികൾ കാരണം അള്ളാഹു പ്രവാചകന്മാരുടെ നിയോഗത്തെയോ അവതരണത്തെയോ നിർത്തിവെച്ച ഒരു ചരിത്രവുമില്ല. മറിച്ച് അവൻ്റെ സന്മാർഗത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ധിക്കാരികളെ അള്ളാഹു നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ്റെ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്നവർ കേൾക്കെ പ്രവാചകനോട് പറയുന്നുണ്ട്, താങ്കൾ ജീവിച്ചാലും ഇല്ലെങ്കിലും ഈ ധിക്കാരികളെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും. ആ ധിക്കാരികളെ താക്കീത് ചെയ്യുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ നമ്മുടെ പ്രവാചകനെ അനുസരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായും നശിക്കും. നാമും നിർണായകമായ ഒരു മുന്നേറ്റം നിങ്ങൾക്കെതിരെ നടത്തും. അതുവഴി നിങ്ങൾ ചേർത്തുപിടിച്ച നിങ്ങളുടെ ജീവിത ആദർശം എന്താണ് എന്നും എന്ത് കാരണത്താലാണ് നിങ്ങൾ പ്രവാചകന്മാരെ നിഷേധിക്കുന്നത്, ഇപ്പോൾ മുഹമ്മദിനെ നിങ്ങൾ നിഷേധിക്കുന്നു, പൂർവികരായ ആളുകൾ എന്തുകൊണ്ട് മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ നിഷേധിച്ചു എന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറയുന്നത്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും തങ്ങളുടെ ആരാധ്യരുടെയും ഒക്കെ സ്രഷ്ടാവ് അള്ളാഹു മാത്രമാണെന്ന് അവർ സ്വയം സമ്മതിച്ചിരുന്നു. അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. ഭൂമിയെക്കുറിച്ച് പറയുന്നുണ്ട്, വാഹനങ്ങളെക്കുറിച്ച്
ഭക്ഷണങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിക്കുന്നുണ്ട്. എല്ലാം അള്ളാഹു നൽകിയതാണ്. മറ്റൊരു കാര്യം, ദൈവദാസന്മാരെ അവർ പെൺമക്കളാണെന്ന് ആരോപിക്കുന്നു. എന്നുവെച്ചാൽ പെൺമക്കൾ ഉണ്ടാകുന്ന സ്വയം അപമാനമായി കരുതുകയും മലക്കുകൾ ദൈവിമാരായി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്ത് വലിയ വൈരുദ്ധ്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ്. അവരുടെ വിഗ്രഹങ്ങൾ സ്ത്രീ രൂപത്തിലാണ് തീർത്തിട്ടുള്ളത്. പെണ്ണുടുപ്പുകളും ആഭരണങ്ങളും അണിയിക്കുകയും ചെയ്യുന്നു. അവർ അള്ളാഹുവിൻ്റെ പുത്രിമാരാണെന്നാണ് ഇവരുടെ വാദം. അവരെ ആരാധിക്കുകയും അവരോട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും തേടുകയും ചെയ്യുന്നു. മലക്കുകൾ സ്ത്രീകളാണ് എന്ന് ഇവർ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ മറുപടി, ഞങ്ങൾ ഈ ചെയ്യുന്ന ആരാധനകളും പ്രാർത്ഥനകളും ഞങ്ങളുടെ ജീവിത നിലപാടുകളൊക്കെ തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കുന്നില്ല? അള്ളാഹുവിൻ്റെ പ്രീതിയും അപ്രീതിയും അറിയാനുള്ള മാർഗം അവൻ്റെ വേദങ്ങളാണ്. അതിനപ്പുറം നിങ്ങളുടെ ഇച്ഛകൾക്ക് വിധേയമായി നിങ്ങൾ ചെയ്യുന്ന കാര്യം അതുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കുന്നില്ല എന്നതിനാൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് വരുമോ? ഇല്ല, ഒരിക്കലുമില്ല. ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വ്യഭിചാരവും കളവും കൊള്ളയും കൊലപാതകവും എല്ലാം നടക്കുന്നു. ഇങ്ങനെ ലോകത്ത് നടക്കുന്ന തിന്മകളെല്ലാം അനുവദനീയവും ന്യായവുമാണെന്ന് കരുതാൻ അത് പൂർണ്ണമായും ഇല്ലാതാകുന്നില്ലല്ലോ എന്ന മറുപടി കൊണ്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അവരോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ബഹുദൈവ ആരാധനയെ അള്ളാഹുവിനെ കൂടാതെ മറ്റു ശക്തികളെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള ആളുകളോട് നിങ്ങൾ സഹായം തേടുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഈ തെറ്റായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ പൂർവ്വപിതാക്കന്മാരുടെ ചര്യയാണ് പിൻപറ്റുന്നത്. ഒരു ഭാഗത്ത് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇബ്രാഹിമി പൈതൃകത്തിൻ്റെ വക്താക്കളാണല്ലോ. അവരോടുള്ള ചോദ്യം, എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് പൂർവ്വപിതാക്കന്മാരുടെ വിഡ്ഢിത്തങ്ങളെ ചോദ്യം ചെയ്യുകയും എതിർക്കുകയും ദൈവത്തിൻ്റെ ശരിയായ പാത സ്വീകരിക്കുകയും ചെയ്ത ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും പാത സ്വീകരിക്കാതെ ഏറ്റവും മൂഢമായ പൂർവികരെ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്ന എന്തിനാണ്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന ഇസ്ലാം എന്ന ആദർശം അത് ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും പൈതൃകം തന്നെയാണ്. ഇനി വല്ലപ്പോഴും ദൈവത്തിലുള്ള ഏതെങ്കിലും പ്രവാചകനോ വേദഗ്രന്ഥമോ ദൈവത്തോടൊപ്പം മറ്റു ചിലർ കൂടി നിങ്ങൾക്ക് ആരാധിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്കാവാം. ദൈവത്തോടൊപ്പം അവൻ്റെ പ്രീതി നേടിയെടുക്കാൻ മറ്റു ചില ശക്തികളെ കൂടി നിങ്ങൾക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം, അവരോട് സഹായം തേടാം എന്ന് ഏതെങ്കിലും ഒരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ക്രിസ്തുമതത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അവർ മേരി പുത്രനെ ദൈവപുത്രനായി അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഏതെങ്കിലും പ്രവാചകൻ്റെ സമുദായം വിഗ്രഹാരാധന ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നല്ല ചോദ്യം. യേശു ക്രിസ്തുവിൻ്റെ അഥവാ ഈസാ നബിയുടെ സമൂഹം അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തെ ദൈവപുത്രനായി സങ്കല്പിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു സമുദായം ചെയ്തോ ഇല്ലേ എന്നല്ല ചോദ്യം, മറിച്ച് ഏതെങ്കിലും ഒരു പ്രവാചകൻ വിഗ്രഹാരാധന പഠിപ്പിച്ചിട്ടുണ്ടോ എന്നാണ്. ഏതെങ്കിലും ഒരു പ്രവാചകൻ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുക്കാൻ ഇതര ശക്തികളെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും സഹായം തേടാനും ഉപയോഗപ്പെടുത്താം എന്ന് പറയുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടിയില്ല. 1,24,000 പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെയും അടിസ്ഥാന സന്ദേശം ഒന്നു തന്നെയാണ്. ആ പ്രവാചകന്മാർ നൽകിയിട്ടുള്ള അധ്യാപനം തന്നെയാണ് മുഹമ്മദും നൽകിയിട്ടുള്ളത്. അവസാന ഭാഗത്ത് പറയുന്നത് മുഹമ്മദ് നബി അവർക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ വരുന്നത് അദ്ദേഹത്തിന് പണവും പദവിയും നേതൃത്വവും അധികാരവും ഒന്നുമില്ല എന്ന അടിസ്ഥാനത്തിലാണ്. അവർ പറയുന്നൊരു കാര്യം, ഞങ്ങളുടെ 2 പ്രമുഖ നഗരം അഥവാ മക്ക, ത്വായിഫ് ഇവയിൽ ഉള്ള ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തിയാണ് ഒരു പ്രവാചകനായി നിയോഗിക്കുക എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അതിനുള്ള മറുപടി, ഈ അടിസ്ഥാനത്തിൽ ഫറോവ മൂസായെ നിന്ദിച്ചിരുന്നു. അയാൾ പറഞ്ഞു, വിണ്ണിലെ രാജാവ് മണ്ണിലെ രാജാവായ എന്നിലേക്ക് ഒരു പ്രതിനിധി അയക്കുകയാണെങ്കിൽ അയാളെ കങ്കണമണിയിക്കും. മാലാഖമാർ പരിസേവിതനായിട്ടാണ് അദ്ദേഹം അയക്കപ്പെടുക. ഈ മനുഷ്യൻ എവിടെ നിന്നാണ് വരുന്നത്? ഈജിപ്തിലെ രാജാവെന്ന ബഹുമതി എനിക്കാണുള്ളത്. നൈൽ നദി എൻ്റെ കാൽക്കീഴിലാണ് ഒഴുകുന്നത്. സമ്പത്തോ അധികാരമോ ഏതുമില്ലാത്ത ഇവൻ അഥവാ മൂസ എൻ്റെ മുന്നിൽ ആര്? ഈ ഒരു അടിസ്ഥാനത്തിലാണ് മൂസാ നബിയെ ഫറോവ തള്ളിക്കളഞ്ഞത്. മുഹമ്മദ് പാവപ്പെട്ടവനാണ്, അനാഥയാണ്, ഒന്നുമില്ലാത്തവനാണ്.
അതുകൊണ്ട് മുഹമ്മദിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. മക്ക, ത്വായിഫ് തുടങ്ങിയ നഗരത്തിലെ ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തിയാണ് ഞങ്ങളിലേക്ക് ഉപവിഷ്ടനാണ് എങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ അംഗീകരിച്ചേക്കാം. ഇങ്ങനെ അവിശ്വാസികളായ ആളുകൾക്ക് മുമ്പിൽ വളരെ യുക്തിയോടുകൂടി ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ നിലപാടുകളെ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും വിശദീകരിക്കുകയും തെളിവുകൾ സഹിതം ഖണ്ഡിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് ഈ 89 ആയത്തുകളിലും നമുക്ക് കാണാൻ കഴിയുക. ഈ വിധം അവിശ്വാസികളുടെ മൂഢമായ ധാരണകളെ ഓരോന്നോരോന്നായി വിമർശിക്കുകയും യുക്തിസഹമായ കാര്യങ്ങൾ സലക്ഷ്യം അവതരിപ്പിക്കുകയും ചെയ്ത ശേഷം അള്ളാഹു വളരെ കൃത്യമായി പ്രസ്താവിക്കുന്നു. സയ്യിദ് അബുലാല മൗദൂദ് സാഹിബ് പറയുന്നു, ഈ അധ്യായത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം: ദൈവത്തിന് മക്കളൊന്നുമില്ല, ആകാശത്തിനും ഭൂമിക്കും വെവ്വേറെ ദൈവങ്ങളില്ല, മനഃപൂർവ്വം ദുർമാർഗം സ്വീകരിച്ചവരെ ശിക്ഷാമുക്തരാക്കാൻ കഴിയുന്ന ഒരു ശുപാർശകനും അള്ളാഹുവിൻ്റെ സന്നിധിയിലില്ല. അള്ളാഹുവിൻ്റെ സത്ത വല്ലവരും അവൻ്റെ സന്തതിയാവുക എന്നതിൽ നിന്ന് അതീതവും വിശുദ്ധവുമാകുന്നു. അവൻ ഒറ്റയ്ക്ക് അഖില പ്രപഞ്ചത്തിൻ്റെയും ദൈവമാണ്. അവനല്ലാത്തതെല്ലാം അവൻ്റെ അടിമകൾ മാത്രം. അവൻ്റെ ഗുണങ്ങളിലോ അധികാരങ്ങളിലോ പങ്കുള്ളവർ ആരുമില്ല. സ്വയം സത്യവാന്മാരും സന്മാർഗികളുമായവർക്ക് മാത്രമേ അവൻ്റെ മുമ്പിൽ ശുപാർശ സമർപ്പിക്കാൻ കഴിയൂ. ഈ ലോകത്ത് സന്മാർഗം തിരഞ്ഞെടുക്കാത്തവർക്ക് വേണ്ടി മാത്രമേ സമർപ്പിക്കാൻ ആവൂ. എന്നുവെച്ചാൽ അള്ളാഹുവിൻ്റെ ഗുണങ്ങളിലോ അധികാരങ്ങളിലോ പങ്കുള്ളവർ ആരുമില്ല. സ്വയം സത്യവാന്മാരും സന്മാർഗികളുമായവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുപാർശ സമർപ്പിക്കാൻ കഴിയൂ. അതും ഈ ദുനിയാവിൽ സന്മാർഗം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി മാത്രമേ സമർപ്പിക്കാൻ കഴിയൂ. ഇഹലോകത്ത് അള്ളാഹുവിൻ്റെ മാർഗം വെടിഞ്ഞ് ജീവിക്കുന്ന ആളുകൾക്കുള്ള ദുസ്സഹമായ പരിണിതിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. നാളെ പരലോകത്തുള്ള ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകുന്നു. വിശ്വസിക്കുകയും പ്രവാചകന്മാരെ അനുസരിക്കുകയും ചെയ്ത ആളുകൾക്ക് ദുനിയാവിലും പരലോകത്തും ലഭിക്കാൻ പോകുന്ന മനോഹരമായിട്ടുള്ള പ്രതിഫലങ്ങളെക്കുറിച്ചും സ്വർഗീയാനുഭൂതികളെക്കുറിച്ചും വിശദീകരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.